ക്വസ്റ്റ്യൻ: ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഓപ്ഷൻസ്: മാംഗോ ഷവർ, കാൽബൈശാഖി, ലൂ, ചിനൂക്ക്. ആൻസർ ഓപ്ഷൻ സി, ലൂ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ലൂ. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം മാംഗോ ഷവർ. ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. അപ്പോൾ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ലൂ. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം മാംഗോ ഷവർ. ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം. ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ കാറ്റും മഴയും നോർവെസ്റ്റർ. നോർവെസ്റ്റർ ബംഗാളിൽ കാൽബൈശാഖി എന്നും അസമിൽ ബർദിയോചില എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം. ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ കാറ്റും മഴയും നോർവെസ്റ്റർ. നോർവെസ്റ്റർ ബംഗാളിൽ കാൽബൈശാഖി എന്നും അസമിൽ ബർദിയോചില എന്നും അറിയപ്പെടുന്നു. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയും കാറ്റും കാൽബൈശാഖി. ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്നത് കാൽബൈശാഖി. കാൽബൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. അപ്പോൾ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയും കാറ്റും കാൽബൈശാഖി. ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്നത് കാൽബൈശാഖി. കാൽബൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. അടുത്ത ക്വസ്റ്റ്യൻ: ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര. ആൻസർ ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൻ ആൻഡമാൻ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം, സിക്കിം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൻ ആൻഡമാൻ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം, സിക്കിം. ഇന്ത്യയിൽ 105ാമതായി നിലവിൽ വരുന്ന ദേശീയോദ്യാനം ഡെയിം പട്കായ് നാഷണൽ പാർക്ക്, അസം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കു വേണ്ടി ക്വാറന്റീൻ സെൻ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലാംജോ ലോക്താക് തടാകം, മണിപ്പൂർ. അപ്പോൾ ഇന്ത്യയിൽ 105ാമതായി നിലവിൽ വരുന്ന ദേശീയോദ്യാനം ഡെയിം പട്കായ് നാഷണൽ പാർക്ക്, അസം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കു വേണ്ടി ക്വാറന്റീൻ സെൻ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലാംജോ ലോക്താക് തടാകം, മണിപ്പൂർ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നംദഫ ദേശീയോദ്യാനം, അരുണാചൽ പ്രദേശ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബനാർഘട്ട, കർണാടക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നംദഫ ദേശീയോദ്യാനം, അരുണാചൽ പ്രദേശ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബനാർഘട്ട, കർണാടക. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം, അസം. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം, അസം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര. അപ്പോൾ മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം, അസം.
വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര.